ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പാർട്ട് 5 ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഞാൻ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഓരോന്ന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് എഴുതുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കറിയാം മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഒക്കെ ഒട്ടും PSC ഒഴിവാക്കാത്ത ഏരിയ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഈ ഏരിയക്കൊക്കെ കൊടുക്കുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഏരിയ ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് പോകാം. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് ജോബ്സ് ആർ എക്സിക്യൂട്ടഡ് എഗെയിൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ്. കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ഓർഡർ പ്രകാരം ജോബ് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കൺസേൺസിലാണ് ജോബ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രിൻറ്റിംഗ് പ്രസ്, റിപ്പയറിംഗ് ഷോപ്സ്, ഷിപ്പ് ബിൽഡിംഗ്, ഇവയൊക്കെ എന്താണ് കസ്റ്റമറിൻ്റെ സ്പെസിഫിക് ഓർഡർ പ്രകാരമാണ് അവർ ജോബ് ചെയ്യുന്നത് അല്ലേ. അത്തരം കൺസേൺസിലാണ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ്. ആ പേര് പറയുന്നത് പോലെ തന്നെ എന്താണ് ഓരോ ബാച്ചായിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഐഡൻറ്റിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമിലർ പ്രൊഡക്ട്സ് ആണ് അത്തരം കൺസേൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരം ഫേംസിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ്, അതല്ലെന്നുണ്ടെങ്കിൽ ടോയ്സ്, സ്പെയർ പാർട്സ്, മെഡിസിൻസ്, ഇതൊക്കെ എന്താണ് ഒരു ബാച്ചായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഹോമോജീനസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അവർ എന്താണ് ഒന്നിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഫേംസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് നോക്കാം, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് ആക്ടിവിറ്റീസിനൊക്കെ അത്തരം കൺസേൺസിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഏത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജോബ് ഈസ് ബിഗ്. എന്താണ് ഒത്തിരി ഡ്യൂറേഷനിലേക്ക് നീണ്ടുപോകുന്ന വലിയ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഒക്കെ നിർമ്മിക്കുന്ന ഡാം അല്ലെങ്കിൽ ബ്രിഡ്ജസ്, പിന്നെ റോഡ്, അങ്ങനെയൊക്കെയുള്ള നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കൺസേൺസിൽ ഉപയോഗിക്കുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഏത് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി പ്രോസസ് കോസ്റ്റിംഗ് ആണ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 2 or more പ്രോസസ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടാകും അതിൻ്റെ ഒരു പ്രൊഡക്ഷനിൽ. അത്തരം കൺസേൺസിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഏത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഷുഗർ, കെമിക്കൽ, പേപ്പർ, സിമെൻറ്റ് ഇൻഡസ്ട്രി, ഇത്തരം കൺസേൺസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഏത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാനും തന്നെ ഒന്നോ അതിലധികമോ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അടുത്ത മെത്തേഡാണ് ഓപ്പറേഷൻ കോസ്റ്റിങ്ങിനെ സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്നും അറിയപ്പെടുന്നു. സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാരണം ഇപ്പോൾ മൈൻസ് അല്ലെങ്കിൽ കോറീസ് അല്ലെങ്കിൽ ബ്രിക്ക് വർക്ക്സ്, സ്റ്റീൽ വർക്ക്സ്, ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വൺ പ്രൊഡക്റ്റ് ആയിരിക്കും, അത് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത് 2 or more പ്രോസസ്സ് കടന്നിട്ടാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഒരു ഔട്ട്പുട്ടായിരിക്കും, സിമിലർ ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും അവിടെ മാനുഫാക്ചർ ചെയ്ത് വരിക. അപ്പോൾ അതാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അഡോപ്റ്റഡ് ബൈ സർവീസ് റെൻഡറിങ് ഓർഗനൈസേഷൻ. ഹോസ്പിറ്റൽ പോലെ, റെയിൽവേ, എയർവേ, റോഡ് ട്രാൻസ്പോർട്ട്, ക്യാൻറ്റീൻസ്, പവർ ഹൗസസ്, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അഡോപ്റ്റ് ചെയ്യുന്ന ഫേംസ് ആണ്. നമുക്ക് എക്സാമിന് ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും എപ്പോഴും ഓപ്ഷൻസ് ആയിട്ട് തരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എപ്പോഴും മാറിപ്പോകും, എനിക്ക് മാറിപ്പോകാറുണ്ട്. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ നടക്കുന്നത് അല്ലേ. സാധാരണ ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൻ്റേത് ഓപ്പറേഷൻ കോസ്റ്റിംഗ് അല്ല, അതിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് ചിന്തിക്കും. അപ്പോൾ സർവീസ് റെൻഡറിങ് ഓർഗനൈസേഷനിൽ ഓപ്പറേഷൻ കോസ്റ്റിംഗ് അല്ല, ഏത് കോസ്റ്റിംഗ് ആണ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ജസ്റ്റ് റിവേഴ്സ് ചിന്തിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ തെറ്റാതെ ഞാനത് ആൻസർ ചെയ്യാറ്. അപ്പോൾ നിങ്ങളും അതൊന്ന് ഓർത്തിരിക്കാം.
അടുത്തത് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആണ്. മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ മെത്തേഡ്സിൽ ഒന്നിൽ കൂടുതൽ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ചില ഇൻഡസ്ട്രീസിൽ എന്താണ് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് മാനുഫാക്ചർ ചെയ്തിട്ട് ഒരുമിച്ച് അസംബിൾ ചെയ്തിട്ട് അതൊരു ഫൈനൽ പ്രോഡക്റ്റ് ആക്കും. അപ്പോൾ അത്തരം ഫേംസിലൊക്കെയാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. അടുത്ത ഫാം കോസ്റ്റിംഗ് ആണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ അഗ്രികൾച്ചറോ ഹോർട്ടിക്കൾച്ചർ ഡയറി അങ്ങനെയൊക്കെയുള്ളൊരു ഫാമിംഗ് ഇതിൽ കൺസേൺസിൽ യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് ഫാം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് യൂണിഫോം കോസ്റ്റിംഗ്. അങ്ങനെ 5 ടൈപ്പാണുള്ളത്, അല്ലെങ്കിൽ 5 ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണുള്ളത്. കഴിഞ്ഞ തവണ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് ടെക്നിക്സ് ആണോ മെത്തേഡാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാറിപ്പോകരുത്. അപ്പോൾ ആ രീതിയിലും ഓർത്ത് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് ആഫ്റ്റർ ദ കോസ്റ്റ് ഹാവ് ബീൻ ഇൻകേർഡ്. കോസ്റ്റ് ഇൻകർ ചെയ്തതിന് ശേഷം മാത്രം കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഏത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിഫോർ ദ കോസ്റ്റ് ആർ ഇൻകേർഡ്. കോസ്റ്റ് ഇൻകർ ചെയ്യുന്നതിന് മുൻപ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് തന്നെ മാനേജ്മെൻറ്റിന് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിന് ഇറ്റ് ഈസ് നോൺ ആസ് ഫുൾ കോസ്റ്റിംഗ്. ഫുൾ കോസ്റ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് ഡയറക്റ്റ് കോസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് കോസ്റ്റ് ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റിനെ എന്താണ് അപ്പോർഷൻ ചെയ്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്ര പോർഷൻ ഓഫ് ഇൻഡയറക്റ്റ് കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ അപ്പോർഷൻമെൻ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഫുൾ കോസ്റ്റിംഗ് ആണ്. ഫുൾ കോസ്റ്റിംഗ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഡിഫറെൻറ്റ് കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ എടുക്കുന്ന എല്ലാ കോസ്റ്റും തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഫുൾ കോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. അടുത്തത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റിംഗ്. വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിൽ. അത് വെച്ചിട്ടാണ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അടുത്തതാണ് യൂണിഫോം കോസ്റ്റ്. യൂണിഫോം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമിലർ കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഏത് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിങ്ങിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ STOക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഇനി അടുത്തത് ഏത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതും നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻ ഏതെങ്കിലും ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു. ബൈ യുവർ കോമേഴ്സ് മെൻറ്റർ നീന.